പൈശാചിക മണ്ഡലം, സാത്താന്യ മണ്ഡലം, അവർക്കൊരു കാര്യം ഉറപ്പായിട്ടും അറിയാം: യേശു ജയിച്ചവനാണ്. യേശു സാത്താന്റെ തലയെ തകർത്തവനാണ്. യേശു പിശാചിനെ ആയുധ വർഗം വെപ്പിച്ചവനാണ്. കർത്താവ് ജയോത്സവം കൊണ്ടാടിയവനാണ്. വാസ്തവമായും സഹോദരങ്ങളെ, സാത്താന്റെ കയ്യിൽ ഇപ്പോൾ ഒറ്റ ആയുധവും ഇല്ല എന്നുള്ളതാണ്. ആയുധങ്ങളില്ലാത്ത പോരാളിയായിട്ട് അവൻ നടക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവൻ ഇത്രയും ആൾക്കാരെ വഴിതെറ്റിക്കുന്നത്? പിന്നെ എന്തുപയോഗിച്ചുകൊണ്ടാണ് അവൻ ഇത്രയും മനുഷ്യരെ തിന്മയിലേക്ക് തിരിക്കുന്നത്? ആങ്സൈറ്റിയിലേക്കും ആകുലതയിലേക്കും ആശങ്കയിലേക്കും ഭയത്തിലേക്കും നിരാശയിലേക്കുമൊക്കെ അവൻ പലതിനെയും ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് അവൻ എന്തായുധമാണ് ഉപയോഗിക്കുന്നത്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല പ്രിയപ്പെട്ടവരെ. പിശാചേ, നീ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് നിരാശപ്പെടുത്തുന്ന ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, ഭയങ്ങൾ, ഭീതി, ആകുലത, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അവന്റെ തന്ത്രങ്ങളാണ്. 23-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, I walk through the valley of the shadow of death. Listen that word, shadow of death. ഇതിലേക്കൂടെ ഞാൻ പോകുന്നേ, ഷാഡോ ഓഫ് ഡെത്ത്, മരണ നിഴലിൻ താഴ്വരയിൽ. ഹല്ലേലൂയ, മരണ നിഴലിൻ താഴ്വരയിൽ. വാസ്തവത്തിൽ ഞാൻ കടന്നു പോകുന്നൊരു സാഹചര്യം, മനുഷ്യൻ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ദാവീദ് അവിടെ പറയുന്നത്. മനുഷ്യൻ പോകുന്ന ഒരു മേഖല. മരണം അവിടെ യഥാർത്ഥമായുണ്ടോ, വാസ്തവമായുണ്ടോ? ഇല്ല. അത് മരണ നിഴലിന്റെ താഴ്വരയാ. മുൻപ് അവിടെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു വ്യക്തി ഉണ്ടെങ്കിലേ ഒരു ഷാഡോ അവിടെ ഉള്ളൂ. ഒരു വസ്തു അവിടെ ഉണ്ടെങ്കിലേ ആ വസ്തുവിന്റെ നിഴൽ അവിടെ ഉള്ളൂ. നിഴലുണ്ടെങ്കിൽ പൊരുളുണ്ട്, പൊരുളുണ്ടെങ്കിലേ നിഴലുള്ളൂ. പക്ഷെ ഇപ്പോൾ അവിടെ മരണമല്ല ഉള്ളത്, വാസ്തവത്തിൽ അതിന്റെ ഷാഡോയാണ്. എന്നാൽ ദാവീദ് പറയുന്നു, അങ്ങനെയുള്ള ഷാഡോ കണ്ടോണ്ട്, പിശാച് ഇടുന്ന നിഴലുകൾ കണ്ടോണ്ട് ഞാൻ ഒരിക്കലും പേടിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ ഹൃദയം ഭയപ്പെടത്തില്ല. കാര്യം എന്നാന്നറിയാമോ? നിഴലിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആദ്യം അത് മനസ്സിലാക്കണം. നിഴലുകൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിഴലുകൾക്ക്, എസ്പെഷ്യലി പൈശാചിക മണ്ഡലം വെളിപ്പെടുത്തുന്ന നിഴലുകൾക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവന്റെ നിഴലിനകത്തും ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവുള്ളവന്റെ നിഴലിനകത്തും ഹീലിംഗ് നടക്കും. പരിശുദ്ധാത്മാവുള്ളവന്റെ നിഴലുകൾക്കകത്തും ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ചില ഷാഡോകൾ കാണിച്ച്, ചില നിഴലുകൾ കാണിച്ച്. നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഒരു പാറ്റായ പിടിച്ച് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഭിത്തിയിലോട്ട്, വോളിലോട്ട് നോക്കിയാൽ വലിയൊരു പരുന്ത് ഭിത്തിയിൽ ഇരിക്കുന്ന പോലെ തോന്നും. മനസ്സിലാകുന്നുണ്ടോ? വലിയൊരു കഴുകൻ വോളിൽ ഇരിക്കുന്നത് നമുക്ക് തോന്നും. സംഭവം എന്താ? ചെറിയൊരു പാറ്റയാ. പക്ഷെ അതിന്റെ നിഴല് കാണുമ്പോൾ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും. പിശാചിന്റെ പണി ഇത് തന്നെയാ. സംഭവം പാറ്റയാ, പക്ഷെ നിന്നെ വലിയ ഡൈനോസറായിട്ട് അവൻ കാണിക്കുക. പ്രൈസ് ഗോഡ്. പക്ഷേ നിന്നെ അത് ഊതി പെരുപ്പിച്ച് ഭയങ്കര സംഭവമാക്കി കാണിച്ചിട്ട് ആ ഭയത്തിനകത്ത്, ആ ചിന്തകൾക്കകത്ത് നിന്നെ പെടുത്തുവാൻ ശത്രു ശ്രമിക്കുകയാണ്. എൻ്റെ ബിസിനസ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ എന്നായി തീരുമെന്നുള്ള ആകുലതകൾ, ചെറിയ ചെറിയ കാര്യങ്ങളെ പിശാചൂതി പെരുപ്പിച്ച് വലിയ കാര്യങ്ങളാക്കി നിങ്ങളെ കാണിക്കുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ദൈവദാസന്മാർ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. എത്രയോ സഹോദരീ സഹോദരന്മാർ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. സാത്താൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ അവന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന്
വ്യക്തിപരമായി അത് ചിന്തയിലോട്ട് വരുമ്പം തന്നെ, മനസ്സിലോട്ട് വരുമ്പം തന്നെ, വികാരങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഇത് പിശാച് കൊണ്ടുവരുന്ന ചിന്തയാ. സാത്താനെ, നീ പറയുന്ന ബോഷ്ക്ക് ഞാൻ വിശ്വസിക്കില്ല. ഓ ഹല്ലേലൂയ. അത് ചിന്തയിലേക്ക് വരുമ്പോൾ, മനസ്സിലേക്ക് വരുമ്പോൾ, ആവശ്യമില്ലാത്ത തോട്ടുകൾ എൻ്റെ അകത്തേക്ക് വരുമ്പോൾ, ആ ചിന്തകളോട് പറയണം, എനിക്കറിയാം ഈ ചിന്ത ഇപ്പോൾ എൻ്റെ മനസ്സിൽ വികാരങ്ങളിൽ കൊണ്ടുവരുന്നത് ദൈവമല്ല, പിശാചേ നീയാണെന്ന് എനിക്കറിയാം. യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കാൻ പറയണം. രണ്ടാമതായിട്ട്, സാത്താനെ, നീ ഭോഷ്ക് പറയുന്നവനും ഭോഷ്ക് പറയുന്നവൻ്റെ അപ്പനുമാണ്. നീ സ്വന്തത്തിൽ നിന്ന് സ്വന്തമായിട്ടുള്ളത് എടുത്താണ് സംസാരിക്കുന്നത്, ഉള്ള കാര്യങ്ങളല്ല നീ പറയുന്നത്. സാത്താൻ സംസാരിക്കുമ്പോൾ സ്വന്തത്തിൽ നിന്ന് സ്വന്തമായത് എടുത്തു പറയുന്നു, ഉള്ള കാര്യങ്ങളല്ല നീ സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭയം കയറി വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വെപ്രാളം കയറി വരുമ്പോൾ, ഹൃദയത്തിനകത്തൊരു ഭാരം കയറി വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കയറി വരുമ്പോൾ, അവിടെ ചാടി എഴുന്നേറ്റ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാണ്. എല്ലാറ്റിന്റെ മേലും എനിക്ക് പൂർണ്ണ ജയമുണ്ട്. എല്ലാറ്റിന്റെ മേലും എനിക്ക് പൂർണ്ണ വിടുതലുണ്ട്. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ തിരുവചനം അവിടെ പറയുന്നത് ഇങ്ങനെയാ: പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഈ ഓൾ ആർമർ ഓഫ് ഗാഡ് അല്ലെങ്കിൽ ദ കംപ്ലീറ്റ് ആർമർ ഓഫ് ഗാഡ് എന്ന വിഷയത്തിൽ ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന സർവായുധ വർഗങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിശാചിന്റെ കയ്യിലുള്ള ഒറ്റ ആയുധത്തെക്കുറിച്ചും, അവന് വിശ്വാസം എന്ന പരിചയോ രക്ഷ എന്ന ശിരസ്ത്രവോ വചനം എന്ന ആത്മാവിന്റെ വാളോ ഒന്നും അവന്റെ കയ്യിലില്ല. എന്നാൽ ശ്രദ്ധിക്കുക, 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങളെ മൂഡ് ഔട്ട് ആക്കാൻ, നിങ്ങളെ വറീഡ് ആക്കാൻ, നിങ്ങളെ ടെൻസ്ഡ് ആക്കാൻ അവൻ ഏതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളെയോ സാഹചര്യങ്ങളെയോ അനുഭവങ്ങളെയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മുമ്പിൽ വരുമ്പം അതിനെ വിവേചിപ്പാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അത് അത്യാവശ്യമാണ്. വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന ഒരു സഹോദരി വർഷങ്ങളായി ദൂത് പറഞ്ഞ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും നോക്കി നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെന്ന് അവരെ നോക്കി പറയുമ്പം പൗലോസ് മുഷിഞ്ഞ് അവളെ നോക്കി അവളിലുള്ള ആത്മാവിനെ വിവേചിച്ച് വിട്ടുപോകോളാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, നിങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങൾ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത ഇമോഷണൽ ഫീലിങ്ങുകൾ, ബന്ധങ്ങൾ, മെസ്സേജുകൾ, ഇതൊക്കെ ഒത്തിരി സമയമെടുത്ത് പറയേണ്ടതാണ്. 3 സമാധാനത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള സമാധാനം, ദൈവം തരുന്ന സമാധാനം, ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. പലപ്പോഴും നമ്മുടെ സമാധാനം കളയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ വാക്കുകളും നമ്മുടെ മുഖഭാവങ്ങളും നമ്മളുടെ പ്രവൃത്തികളും തന്നെയാണ്. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ. ഹല്ലേലൂയ. വേ മേക്കർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പീസ് മേക്കേഴ്സ്, സമാധാനം സൃഷ്ടിക്കുന്നവർ, സമാധാനം ഉണ്ടാക്കുന്നവർ. ഹല്ലേലൂയ. ഈ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് റോമർ 16:20. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ മെതിച്ചു കളയും. ആരുടെ കാൽ കീഴില സമാധാനത്തിന്റെ ദൈവം സാത്താനെ മെതിക്കുന്നേ? നിങ്ങൾ തിന്മയ്ക്ക് ജ്ഞാനികളും ജ്ഞന്മാരുമായിരിക്കുവീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ വേഗത്തിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. ദന്തപക്ഷങ്ങളും ഇടർച്ചകളും ഭിന്നതകളും ഉണ്ടാക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ.
അവരെ നിങ്ങൾ അകറ്റി നിർത്തുവീൻ എന്ന് പറഞ്ഞാൽ യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയുകയും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുകയും ചെയ്താൽ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഒരു ഹാൻഡ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട വ്യക്തിയെ ഒരു ഹാൻഡ് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് നിർത്തുകയും ചേർത്ത് നിർത്തേണ്ടവനെ ചേർത്ത് നിർത്തുകയും ഇച്ചര സൂക്ഷിച്ച് നിർത്തേണ്ടവരെ സൂക്ഷിച്ച് നിർത്തുകയും ചെയ്താൽ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ചില മെസ്സേജുകളൊക്കെ വരുമ്പം, വാട്സാപ്പിൽ നിങ്ങൾക്കൊരാൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം വരുമ്പം ബ്ലോക്ക് ചെയ്യേണ്ടതിനെ അന്നേരെ ബ്ലോക്ക് ചെയ്യണം. അതിനൊന്നും കർത്താവിനൊരു പിണക്കവും ഇല്ല, ഒരു പിണക്കവും ഇല്ല. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, നിങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന, നിങ്ങളെ ദൈവത്തിന്റെ സഭയിൽ നിന്നും ദൈവികമായ ദർശനത്തിൽ നിന്നും ദൈവപുരുഷന്റെ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ നിങ്ങളെ വിഘടിപ്പിച്ച് അകറ്റി നിർത്തുന്ന എല്ലാറ്റിനോടും ബൈബിൾ പറയാനും നോ പറയാനും നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തുവാനും നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ നോക്കിയാണ് പൗലോസ് പറഞ്ഞത്, സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ മെതിക്കും എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയേണ്ടടുത്ത് എസ് എന്ന് പറയുകയും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുകയും ചെയ്താൽ, ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്താൽ സാത്താൻ അവന്റെ കാൽക്കീഴിലിരിക്കും. അല്ലാത്തവരുടെയൊക്കെ തലയിലിരിക്കും. എത്ര ശാസിച്ചാലും പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക.